കാർഗിലിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിൽ ഞാനും അല്ലും ഇപ്പോൾ സോണാമാർഗ് ഏരിയയിലെത്തി. ഇത് സെറഫ്രോ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. നല്ല പച്ചപ്പും കുറേ വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. സിന്ധ് റിവറാണ് ഒഴുകുന്നത് താഴെ. ഈ ഭാഗത്തേക്ക് കയറിയപ്പോൾ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി. നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇടയിൽ കുറച്ച് നേരം നിന്നിട്ടാണ് ഇങ്ങോട്ട് യാത്ര തുടർന്നത്. പിന്നെ ഇതൊരു മിക്സർ മെഷീനാണെന്ന്. അത് മിക്സർ മെഷീനാണ്. ഇത് നമ്മളുടെ 24ാമത്തെ ദിവസമാണ്. ഈ സോണാമാർഗ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആളുകൾ കുറേ താമസക്കാരുണ്ട് ഈ ഭാഗത്തൊക്കെ. ഉണ്ട് കുറേ കടകളും അത് ഇതൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ് സോണാമാർഗ്. പക്ഷേ ഞാൻ പോയത് ഈ വഴിയെല്ലാം തോന്നുന്നു. ഈ വഴി കണ്ടതായിട്ട് ഓർമ്മയില്ല. ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ വഴിക്ക് വന്നിട്ട്. ഇതൊരു എളുപ്പ വഴിയാണ് ശരിക്കും ഈ ശ്രീനഗറിനുള്ള. എന്ത് ഭംഗിയാണെന്ന് നോക്കിയ സ്ഥലം. നല്ല റോഡാണ് കേട്ടോ. ഈ റോഡൊക്കെ സമ്മതിക്കണം. ഒരു കുഴി പോലും ഇല്ല. എന്ത് നീറ്റായിട്ട് അവർ നോക്കുന്നതെന്ന് നോക്കി. ഇപ്പം കൃഷിയുണ്ട്. ഇത് കണ്ടോ, പച്ചപ്പ് കണ്ടോ. എന്ത് കൃഷിയാണെന്ന് അറിയില്ല. ഇപ്പോൾ ആള് താമസമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ രണ്ട് സൈഡും, റോഡിൻ്റെ രണ്ട് സൈഡും ആർമി ഉണ്ട് കേട്ടോ. പട്ടാളക്കാരിങ്ങനെ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ മുകളിലൊക്കെ പട്ടാളക്കാരുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയയൊക്കെ ആയിരിക്കാം. അവർ പട്ടാളക്കാരാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്നിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടികളും പോകുന്നുണ്ട്. നല്ല സ്ഥലം കേട്ടോ. ഈ വഴി വന്നാൽ നന്നായി. ഞാൻ നേരത്തെ വന്ന വഴി അത് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് തിരിച്ചു വിട്ടത്. അതാണ് ഈ വഴി കയറി വന്നേക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ താമസമുണ്ട്. ആള് താമസമുള്ള സ്ഥലമാണ്. ഇന്ത്യ പട്ടാളക്കാർ. ഇനി കങ്കൻ എന്ന് പറഞ്ഞാൽ അടുത്ത ടൗൺ ഇട്ട ഇതുണ്ട്. ഇത് എല്ലാം കൃഷി സ്ഥലങ്ങളും ഇവിടെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മാർക്കുണ്ട്, അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല സ്ഥലം. ബിസ്ക്കറ്റിൽ നിന്നുള്ള റോഡ് ബ്ലോക്കിലായിരുന്നു ഞാനിപ്പോൾ പാങ്കോങ് നിൽക്കണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ തീർന്നു പോയി. പാങ്കോങ്ങും മണാലി ആ ഭാഗം ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നാനെ നമ്മൾ. പക്ഷെ അങ്ങോട്ട് എത്താഞ്ഞത് നന്നായി. അത്ര മാത്രം ലാൻഡ് സ്ലൈഡ് നടപ്പുണ്ട് അവിടെ. ഇതൊരു CRPFൻ്റെ ബസ്സാണത്. അപ്പോൾ ആളെ ഇറക്കി പോണതായിരിക്കാം. മഴയുടെ ലക്ഷണമുണ്ട് കേട്ടോ ഇപ്പോഴും. ഇത് കംപ്ലീറ്റ് CRPF ആണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം. ഇവിടെ പോസ്റ്റുകളും ഉണ്ടാവില്ല. അവിടെ പോസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് അത്ര വണ്ടി. കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് വണ്ടികളും കാര്യങ്ങളും ഉള്ളത്. ഈ താമസക്കാരുള്ളത് കൊണ്ടാണ് ഇത്ര തിരക്കുന്നതാണ് ഇവിടെ ഭാഗത്ത്. നല്ല സ്ഥലം. ബൈക്കുകാരൊക്കെ അടിച്ച് പോകുന്നുണ്ട്. അതൊരു റിസോർട്ടായിരുന്നു. ഈ വഴി വന്നാൽ നന്നായി. എന്തായാലും ഇത്രയും ഭാഗം കാണാൻ പറ്റി. ഇതും CRPFൻ്റെ വണ്ടിയാണ്. ഇത് കങ്കൻ ടൗണാണ് കേട്ടോ. ഇതൊരു 6000 അടി മുകളിലാണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് ഒരു 10-70 കിലോമീറ്റർ ഉണ്ടാവും ഇനി ശ്രീനഗറിന്. ഇത് ടൗൺ കഴിഞ്ഞുള്ള ഭാഗമാണ്. ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ. കൃഷി സ്ഥലങ്ങളും ഉണ്ട്. ആ സിന്ധ് റിവർ ഒഴുകുന്നുണ്ട് അപ്പുറത്ത് ആ ഭാഗത്ത്. അപ്പോൾ വെള്ളത്തിനിവിടെ പ്രശ്നമില്ല. നല്ല റോഡ് ഉണ്ട്. നല്ല സുന്ദരൻ റോഡാണ്. വലിയ തിരക്കുമില്ല കേട്ടോ വഴിയിൽ. ഇതെല്ലാം കൃഷി. എന്താണ് ഇവിടെ കൃഷിന്നറിയില്ല. ഇതും ഒരു ചെറിയ ടൗൺ പോലത്തെ സ്ഥലമാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. കടകളും ഒക്കെ ഉണ്ട്. ഹോട്ടലും കടകളും ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ ശ്രീനഗറിനാണിത്.
അത് ആൾ റോഡ് വഴി ഒരു വഴിയുണ്ട്, എളുപ്പ വഴിയുണ്ട്. നമ്മൾ അതിലേ കയറി പോകും എന്തായാലും. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ കണ്ടാണ്. ഈ റോഡ് ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, ആ റോഡ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ ടൗൺ വഴി കറങ്ങിപ്പോകണം. നമുക്ക് എളുപ്പം ആ വഴിയാണ്, ദാൽ റോഡിൻ്റെ അടുത്ത് കൂടിയാണ് പോകണം. അല്ല, നല്ല സ്ഥലം. ഇവിടേക്ക് എന്താ വരാൻ പോകുന്നുണ്ടെന്നു, കമ്പനി വല്ലതൊക്കെ ആയിരിക്കാം. ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചക്കുള്ള സ്ഥലം. ഇതൊരു റിസോർട്ട് എന്തോ ആണെന്നോ. ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ഇവിടെയൊക്കെ ആർമി ഉണ്ട് കേട്ടോ. മുകളിലേക്ക് റോഡ് പോകുന്നുണ്ട് അങ്ങോട്ട്.